ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലും പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങയുടെ സീസണും കൂടിയാണ്. ഒരുപാട് വെറൈറ്റി മാങ്ങകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനും കിട്ടുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് തീ പോലും കത്തിക്കാതെ ഒരു അടിപൊളി മാങ്ങ പുഡിങ് തന്നെ നമുക്ക് നോക്കിയാലോ. കിഡിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ മിക്സഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ മാങ്ങ കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ എടുക്കുന്ന സമയത്ത് നല്ല പഴുത്തിട്ടുള്ള നാരൊന്നും ഇല്ലാത്ത മാങ്ങ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റും മണമൊക്കെ ഉള്ള നല്ല മധുരമുള്ള മാങ്ങ ആയിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പുഡിങ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒട്ടും പുളിയില്ലാത്ത മാങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ ആ മാങ്ങയിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ മാങ്ങയുടെ ഒരു മധുരം നോക്കിയിട്ട് മാങ്ങയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ളതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അത് ലാസ്റ്റ് പുഡിങ്ങിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം പുഡിങ് നമുക്ക് വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മാങ്ങയാണ് എടുക്കേണ്ടത്. കുറച്ച് മാങ്ങയുടെ പൾപ്പ് മാറ്റി വെച്ച് ബാക്കിയുള്ള ഇതിലേക്ക് മിക്സഡ് ജാറിലേക്ക് ഞാൻ ഒരു 6 ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമായതുകൊണ്ട് കുതിർത്തൊന്നും ചെയ്യാതെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല, നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഏലക്കായൻ്റെ സീഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുക്കാൻ പ്രയാസമായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഓവറായിട്ട് പോവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും നിർബന്ധമില്ല അത് ചേർക്കണമെന്ന്, പക്ഷെ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കയ്യിലുള്ളവർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വിപ്പിംഗ് ക്രീമാണോ ഫ്രഷ് ക്രീമാണോ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മധുരത്തിനായിട്ട് മാങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്തിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു മധുരം നമ്മുടെ പുഡിങ്ങിലേക്ക് പോരാ. അതുകൊണ്ട് തന്നെ ഞാൻ മധുരത്തിനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മിൽക്ക് മെയ്ഡ് കയ്യിലില്ലാത്തവർ മാങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ പഞ്ചസാര ചേർത്തടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കുറച്ച് പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മാംഗോയുടെ മിൽക്ക് മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 4-5 ഡ്രോപ്പ്. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പുഡിങ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മാങ്ങ കുറച്ച് ടേസ്റ്റും മണമൊക്കെ കുറവുള്ളൊരു മാങ്ങയാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു മാംഗോയുടെ മിൽക്ക് മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ മാങ്ങയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ മിക്സ് മാംഗോയുടെ ഒക്കെ മിക്സ് കിട്ടേണ്ടത്. ഒരുപാട് ടൈറ്റായെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതപ്പോൾ ഒന്നുമില്ല, നമ്മുടെ പുഡിംഗ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാംഗോയുടെ മിക്സ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേസായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഈ പുഡിങ്ങിൻ്റെ ബേസായിട്ട് വെച്ച് കൊടുക്കുന്ന ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ഒന്ന് നല്ലോണം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പുഡിംഗ് ബൗളിലേക്ക് മാംഗോയുടെ ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലായിടത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ക്വാളിറ്റിയിലുള്ള സോഫ്റ്റ് ബ്രെഡ് എടുക്കുമ്പോൾ നമ്മുടെ പുഡിങ് നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. ബ്രെഡ് വെച്ച് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ മാംഗോയുടെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ചേർത്ത് കൊടുക്കണം. ബ്രെഡിൻ്റെ എല്ലാ വശത്തേക്കും നന്നായിട്ട് ആക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ നമ്മൾ ഈ ഒരു മാംഗോയുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ബ്രെഡൊക്കെ നന്നായി കുതിർന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ആക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ബദാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ബദാം കട്ട് ചെയ്ത് ചേർത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ടോ, പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. കൂടുതൽ നട്ട്സ് ചേർക്കുമ്പോൾ ഈ പുഡിങ് കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മാംഗോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു ലെയറും കൂടി ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ എത്ര ലെയറായിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഞാൻ എടുത്തിട്ടുള്ള പുഡിംഗ് ബൗളിൽ ഇത്രേ വെക്കാനുള്ള സ്പേസ് ഉള്ളൂ. ബ്രെഡ് വെച്ച് കൊടുത്ത ശേഷം ഞാൻ വീണ്ടും ആ മാംഗോയുടെ മിക്സ്, പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നത്, നമ്മൾ ആദ്യം മാങ്ങ അരച്ചെടുത്ത സമയത്ത് കുറച്ച് മാങ്ങയുടെ പൾപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് കോരി ആക്കിയിട്ട് നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ അതിൻ്റെ മുകളിൽ എല്ലാ വശത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനത്തെ പരിപാടികളൊക്കെ പുഡിങ്ങിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുന്ന ഡെക്കറേഷൻസൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച്, ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മാങ്ങയുടെ പൾപ്പ് മാറ്റി വെച്ചിട്ട് അത് അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, അത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലില്ലാത്തവർ തേങ്ങയുടെ ആ ബ്രൗൺ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം വരാത്ത രീതിയിലൊന്ന് ചുരണ്ടി എടുത്ത ശേഷം ഒന്ന് മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുത്ത ശേഷം പാനിലിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആവും കേട്ടോ. കളറ് ചേഞ്ച് ആവാതെ നോക്കണമെന്നേ ഉള്ളൂ. ചെയ്തെടുക്കാനൊക്കെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ കുറച്ച് മാംഗോ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബദാം നിങ്ങൾ തന്നെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ. കിഡിലും ടേസ്റ്റുള്ള പുഡിങ്ങാണ് കേട്ടോ. എല്ലാ പുഡിങ്ങും കഴിക്കുന്ന പോലെ തന്നെ നല്ലോണം തണുപ്പിച്ച് വേണം ഇതും കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ എടുക്കുന്ന മാങ്ങ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള, നല്ല പഴുത്തിട്ടുള്ള, പുളി ഒട്ടുമില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ പുഡിങ് അടിപൊളി ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക. നല്ല ക്രീമി ടെക്സ്ചറിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പുഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെരുന്നാൾക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. എളുപ്പമല്ലേ. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. ഒരുപാട് വെറൈറ്റി മാങ്ങകളൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.